ഓക്കെ വാട്ട് എവർ. അപ്പോൾ ഇതിനകത്ത് കുറേ പേക്കുത്തുകൾ ഞാൻ കാണിക്കുന്നുണ്ട്, അതെല്ലാം കട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. കാരണം അതാണ് ഞാൻ എവിടെയായിരുന്നു പറഞ്ഞു കൊടുത്തത്, മറന്നുപോയി ഗൈസ്. മറിയത്തിനോട് പറഞ്ഞു. അങ്ങനെ മറിയത്തിനോട് പറഞ്ഞപ്പോൾ മറിയം പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ല, നീ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, നിങ്ങൾ എന്തുണ്ടെങ്കിലും ക്ഷമിച്ച് തരിക ഗൈസ്. അപ്പം അങ്ങനെയാ തുടങ്ങല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. This is my first video which I'm posting on my channel. No, not my first video which I'm posting, but the first video with my face I'm posting on my channel. So welcome to Zara Says So. This is my little YouTube corner where I share bits of like my life, my thoughts and everything in between. I'm so conscious guys, I don't know what to talk. I really don't know what to talk. എനിക്ക് പൊതുവേ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അതും എന്നെ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. സോ എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. അത് ഇന്നല്ല, അത് കുറച്ച് ദിവസം മുമ്പാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് തന്നെ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഓക്കെ, എൻ്റെ പേര് സാറ. ഇപ്പോൾ കറൻ്റ്ലി ഐ എം ഇൻ UK. പക്ഷേ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഒരു കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. സോ I don't know whether I do have that discipline or like dedication, passion to do that, but I badly want to do that. So ഞാൻ കുറേ നാട്ട് ആഗ്രഹിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കില്ല. ധൈര്യമില്ല എന്നല്ല, എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ബിക്കോസ് ഐ ജസ്റ്റ് ടോക്ക് ലൈക്ക് ദാറ്റ്, യു നോ. ഐ ഡോണ്ട്, maybe you can say I don't think before I talk. That too even when I'm hyper. I'm a hyper person. Not always, only with close ones, but I am actually a talkative person. So you know how it would be. പക്ഷേ എന്നെ അറിയാവുന്നവരുടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് ബോദർ ലൈക്ക് വാട്ട് ദേ തിങ്ക്. പക്ഷേ പെട്ടെന്നൊരു പ്ലാറ്റ്ഫോം, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, എന്തായിരിക്കും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഒരു ഇത് വരാൻ പോകുന്നതെന്നുള്ളൊരു ടെൻഷൻ, you can say that. പിന്നെ what content and do I have the discipline, as I said before, അതെല്ലാം എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിരുന്നു. ആൻഡ് എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും, ഞാൻ കുറേ വീഡിയോസ് കാണും, ലൈക്ക് കുറേ പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, I'll do it this time, no matter what, just create an account. And I did that. അത് കഴിഞ്ഞപ്പോഴത്തേക്കും okay, I'll do one thing, I'll post something, but I won't show my face to public. പക്ഷേ ഫസ്റ്റ്, കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ഇത് തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് മൈ സെൽഫ് കംഫർട്ടബിൾ. എനിക്കിത് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. I know staying in comfort zone is not like a actual thing to do, but yeah, first of all you should make yourself comfort wherever you are. അതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ, നോ മാറ്റർ വാട്ട്, സ്റ്റാർട്ട് ഇറ്റ്. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ സെറ്റ് ചെയ്തു, സാറ സേസ് സോ. May sound cliche, but yeah, I'm not that creative person. I am, but not in a, you know, if you come and ask me to like suggest a name for a channel out of nowhere, I can't do that. So yeah, ഫസ്റ്റ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്കപ്പോൾ നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ല, എന്നാലും ഞാൻ ചെയ്തു. കാരണം നമ്മുടെ ആഗ്രഹമായി പോയില്ലേ. അങ്ങനെ ഞാൻ ചെയ്തു. കാരണം ഐ അഡ്മയർ പീപ്പിൾ ഹൂ ഹാവ് ദ കറേജ്, യു നോ, ടു സ്പീക്ക് ഔട്ട്. ലൈക്ക് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണും. അത് കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് വാവ്,
അതെനിക്കൊരു ഇൻസ്പിറേഷനായിട്ട് എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. പണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എവ്രി വൺ ക്യാൻ ഡൂ ദാറ്റ്, വാട്ട്സ് എ ബിഗ് തിങ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം അത് പാടാണെന്ന്, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് ഇൻട്രസ്റ്റ്, യു നോ. സോ അങ്ങനെ ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചില്ലറക്കാര്യമല്ല. ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നോട്ട് ഈവൻ ഓൺ എ യൂട്യൂബ് ചാനൽ. ലൈക്ക് ഐ ഡിഡ്ന്റ് ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ ബിഫോർ. ദിസ് ഈസ് മൈ ഫസ്റ്റ് അവർ അക്കൗണ്ട്. സോ ഞാൻ ചുമ്മാ ഡെയിലി എന്നെ തന്നെ റെക്കോർഡ് ചെയ്യുക. നോർമലായിട്ട് നമ്മൾ ഒരു മെമ്മറീസ് പോലെ കീപ്പ് ചെയ്യാന്ന് വെച്ചാലും ഇറ്റ്സ് വെരി ഹാർഡ് ടു റെക്കോർഡ് യുവർ സെൽഫ്, ടു ടോക്ക് അബൌട്ട് യുവർ തിങ്സ്, ടു കം അപ്പ് വിത്ത് ഐഡിയാസ് ആൻഡ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഇറ്റ്സ് ലൈക്ക് a hell lot of work and discipline. So yeah, I appreciate everyone who does that, and you guys are amazing. So yes, അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് തുടങ്ങി. ദാറ്റ് ഐ അച്ചീവ്ഡ് മൈ ടാർഗറ്റ്. ഓക്കെ ഫൈൻ. ദെൻ ഐ കെപ്റ്റ് മൈ സെൽഫ് ലൈക്ക് യു നോ, ഓക്കെ യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് അപ്പോൾ ഫസ്റ്റ് എനിക്ക് വന്ന തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ ഫേസ് റിവീൽ ചെയ്ത് ഇപ്പം ഇടാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു വൺ തിങ്, ക്രിയേറ്റ് എനി കണ്ടൻറ്റ്. ഞാനങ്ങനെ ഞാനങ്ങനെ കുറച്ച് ഇതെല്ലാം വെച്ചിട്ട് എന്താ പറയുക, AI ടൂൾസ് എല്ലാം വെച്ചിട്ട് ഒരു ഷോർട്സ് പോലെ, ഇപ്പം ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബട്ട് സ്റ്റിൽ ഐ വാസ് എ സ്റ്റുഡൻറ്റ് വോളണ്ടിയർ ഫോർ വെൽബീയിങ്, വിച്ച് ഇസ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് വെൽബീയിങ്. സോ എനിക്ക് ആ ഒരു ഫീൽഡ്, ആ ഒരു മേഖലയിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഐ ടു ഹാവ് ലൈക്ക് യു നോ മെനി ബെനിഫിറ്റ്സ് ഫ്രം ഡൂയിങ് ദ wellness journey, because I personally had many benefits. It helped me, it like what you say, ഒരു പ്രോപ്പറായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. സോ യാ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓക്കെ ഐ ക്രിയേറ്റ് എ വീഡിയോ ഓൺ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് അങ്ങനെ തോന്നിയത്. സോ നമ്മൾ ഡെയിലി ഇപ്പം എന്താ പറയുക, ഈ ഒരു പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് തോട്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഡൗട്ട്സ്, സെൽഫ് ഡൗട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ചുമ്മാ ഒരു ഷോർട്സ് പോലെ കുറച്ച് യൂട്യൂബ് ഷോർട്സ് ചെയ്തിട്ടു. അപ്പം എനിക്ക് തോന്നുന്നു ഓക്കെ, അങ്ങനെ ഓരോ ദിവസം, അപ്പോഴും ഞാൻ പറയാം ഐ വാസ് നോട്ട് കൺസിസ്റ്റൻറ്റ്, എല്ലാ ദിവസവും അടുപ്പിച്ചിട്ടതോ ഒന്നുമില്ല, പക്ഷേ ഇടാൻ ശ്രമിച്ചു ഞാൻ. അപ്പം ഞാൻ ഓക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള, ഐ യൂസ് ടു മേക്ക് ഇറ്റ് യു നോ ഒരു ഡെയിലി റൊട്ടീൻ ഓഫ് മൈ ലൈഫ്. അങ്ങനെ എന്നും പറഞ്ഞാൽ ഡെയിലി ചെയ്യണമെന്നില്ല, അത് കുറച്ച് തള്ളായിപ്പോവും. ഓക്കെ, എനിക്ക് സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മെൻ്റലി ഓക്കെ എനിക്ക് ഒരു ഇത് ഇടണമെന്നൊരു തോട്ട് വരുമ്പോഴത്തേക്കും ഐ യൂസ് ടു സ്പെൻഡ് ടൈം ഫോർ ദാറ്റ്. ഫസ്റ്റ് എല്ലാം ഞാൻ ഫുൾ എ ഐ ഹെൽപ്പ് യൂസ് ചെയ്ത് ഓരോ ആപ്സ് വെച്ച് എനിക്ക് തോന്നുന്ന തോട്ട്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻഡ് യൂട്യൂബ് ഷോർട്സ് ഫോർ മീ. അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചുമ്മാ ഓക്കെ ഞാൻ ഇന്ന് ഒരു ഫുഡ് ഉണ്ടാക്കുവാണ്, അതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തിടാൻ. കാരണം ഇറ്റ്സ് എ ന്യൂ ഏരിയ ഫോർ മീ. ഐ ഡോണ്ട് നോ വാട്ട് ടു യുനോ ഹോൾഡ് ഓൺ. അതാണ് സത്യം. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഐ വാസ് വെരി കൺഫ്യൂസ്. പക്ഷേ ഐ തോട്ട് ഓക്കെ ഐ എം കുക്കിംഗ് എനിവേസ്, ഐ ഷൂട്ട് ഇറ്റ്, ഐ പോസ്റ്റ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തു. പക്ഷേ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ പ്രൊഫഷണൽ തിങ്. പക്ഷേ ഐ ഡിഡ് ദാറ്റ്, ബട്ട് ഐ പോസ്റ്റഡ് ഇറ്റ് ബിക്കോസ് ഐ വാണ്ടഡ് ടു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് ഓക്കെ ഇപ്പോൾ അവിടം വരെ എത്തി കേട്ടോ. ഫസ്റ്റ് AI വീഡിയോ, അതിനുശേഷം സെൽഫായിട്ട് ഞാൻ കുക്ക് ചെയ്ത വീഡിയോ എടുത്തിട്ട്. പക്ഷെ അപ്പോഴും വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഐ വാണ്ടഡ് ടു എന്താ പറയുക, ഒരു വോയിസ് ഓവർ കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അപ്പോഴും വീഡിയോ ഇസ് ലൈക്ക് AI മെയ്ഡ്, പക്ഷേ വോയിസ് ഓവർ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചു. കാരണം ഓക്കെ ലെറ്റ് മീ ടോക്ക് അറ്റ്ലീസ്റ്റ്, ലെറ്റ് മീ ട്രൈ ടു കണക്ട് മോർ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ വോയിസ് ഒരു വീഡിയോ സെറ്റ് ചെയ്തു, വിച്ച് ഇസ് ലൈക്ക് സംതിങ് വിച്ച് ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് ഒപ്പീനിയൻ അബൌട്ട്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു, വിച്ച് വാസ് ഐ തിങ്ക് പേഴ്സണലി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പറഞ്ഞത് കൊള്ളാം എന്നാണ്. അതുകൊണ്ട് എനിക്കതൊരു ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഐ തോട്ട് ഓക്കെ. പക്ഷേ അത് ഞാൻ പിന്നീട് ട്രൈ ചെയ്തിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്യണമെന്നുണ്ട്.
അപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. എന്നാലും ഞാനത് ഒരൊറ്റ ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഐ വോണ്ടഡ്, ഉള്ളിലൊരു തീ വരത്തില്ലേ, തീയൊന്നും വന്നില്ല, പക്ഷെ ഒരു ആഗ്രഹം വരത്തില്ലേ, ഓക്കെ യു നീഡ് ടു ബി ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഒരു ഇത് വന്നു എനിക്ക്. ഓക്കെ, ഫേസ് കാണിച്ചപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തിനാണ് പേടിക്കുന്നത്, ആരാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്, ആര് ജഡ്ജ് ചെയ്തപ്പോൾ എന്താണ്, ഇല്ലെങ്കിൽ തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തിട്ട് ജഡ്ജ് ചെയ്യുന്നത്, ഇറ്റ്സ് ഫൈൻ. സോ അങ്ങനെ ഞാൻ എല്ലാ ധൈര്യവും ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ലൈക്ക് വെരി ക്ലോസ് ഗ്രൂപ്പ്, നോട്ട് എ ഗ്രൂപ്പ്, ഐ വുഡ് സേ maybe one is my sister which I had like or a personal conversation. I was like, my sister name is Mariam. So, Mariam, I want to start a YouTube channel. She was like, okay, you can do it. What's a big deal? And I'm like, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് അതിനുള്ള ധൈര്യമില്ല, ബാക്കി എല്ലാത്തിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനുള്ള ധൈര്യം എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് ലൈക്ക് ഓക്കെ. ആൻഡ് മൈ ബ്രദർ ഇൻ ലോ ഓൾസോ വാസ് ലൈക്ക്, നിനക്കിതൊക്കെ പണ്ടേ തുടങ്ങായിരുന്നു, ഏനോ ആ ഒരു കുത്തി കിട്ടുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, മറിയം. അപ്പോഴാണ് ഞാൻ റിവ്യൂ, അതിനു മുമ്പ് ആർക്കും അറിയത്തില്ല, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആരും അങ്ങനെ ആർക്കും അറിയത്തില്ല. ഞാനപ്പോൾ പറയുന്നുണ്ട്, മറിയം ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ദിവസമായി, പക്ഷേ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, നീ ആ വീഡിയോ എന്തെങ്കിലും ഒരു ഇത് ഷോർട്സ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. കാരണം അവൾക്ക് തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ 2 ഫോളോവേഴ്സ് 3 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ അക്കൗണ്ട് അവർക്ക് എങ്ങനെ തപ്പിയാൽ കിട്ടാനാണ് ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഷെയർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ, കുഴപ്പമില്ലല്ലോ, എന്താ പ്രശ്നം, എന്താ ഇതിന്, നീ കണ്ടിന്യൂ ചെയ്തോളൂ, ഇനിയും വീഡിയോസ് ഉണ്ടാക്കൂ. ഐ വാസ് ലൈക്ക് ഷുവർ. പറഞ്ഞു യെസ്. എന്നുവെച്ചാൽ ഉറപ്പായിട്ടും അറിയാം ഇത് കൊള്ളാവോ. ആൾ പറഞ്ഞു ഇത് കൊള്ളാം, ഉണ്ടാക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതായിരുന്നു. ലൈക്ക് യു ട്രൈ സംതിങ് ന്യൂ, യു വിൽ ഗെറ്റ് സംതിങ് വിച്ച് ഈസ് ലൈക്ക് ആപ്റ്റ് ഫോർ യു. അതായിരിക്കും അവൾ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോറി ഗൈസ്. പിന്നെ ഭയങ്കര മോട്ടിവേഷൻ, എല്ലാവരുടെയും ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്ക്, ഇതൊന്നും ലൈക്ക് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, എല്ലാവരും നോർമലായിട്ട് റോ ആയിട്ട് നാച്ചുറലായിട്ട് എങ്ങനെയാണോ അത് പുറത്ത് വന്നാൽ മതി, അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഡിയോ ഇടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷൻ തന്നു. ഇനിയും കുറച്ച് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇനിയും ഇട്, അപ്പോഴത്തേക്കും നിനക്ക് കുറച്ചും കൂടി ധൈര്യം വരും. അങ്ങനെ പറഞ്ഞു, ഓക്കെ ഡൺ ഡീൽ. എന്നിട്ട് എവിടെ അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ അതിനുള്ളൊരു ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം, ബിക്കോസ് വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. കാരണം ലാസ്റ്റ് വീക്ക് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. സോ അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് സമയമുണ്ട്, പക്ഷെ ഉള്ള സമയത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത്, ഇതൊക്കെ ആയിരിക്കും എൻ്റെ ലോണ്ട്രി, ഇതൊക്കെ ആയിരിക്കും എൻ്റെ പണി. അതിൻ്റെ ഇടയിൽ AI ക്രിയേറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അവർ നമുക്ക് വീഡിയോസ് തരും. അതിനകത്ത് വലിയ പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ മൈൻഡിൽ ഞാൻ ഒട്ടും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അങ്ങനെ പക്ഷേ ദ നെക്സ്റ്റ് ഡേ ഇറ്റ്സ് മറിയം പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ആപ്പുള്ളൊരു ഫോണായിരുന്നു, ട്രൈപോഡില്ല, ഒന്നുമില്ല. എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, എങ്ങനെ വെച്ച് ഞാൻ കുറേ സ്ഥലത്ത് വെച്ച് വീഡിയോ എടുത്ത് നോക്കി, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ആംഗിൾ കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്തുവാണ് കവർ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് വരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഹൈറ്റ് പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ മറിയം പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തു. അതാണ് ഞാൻ ഫസ്റ്റ് ഇതിനു വേണ്ടി വാങ്ങുന്ന സാധനം. ഇപ്പോൾ ട്രൈപോഡൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി, വിച്ച് വാസ് ഫൈൻ. പക്ഷേ ഞാൻ ആ ഒരു ഗെറ്റപ്പിലൊന്നും അല്ലായിരുന്നു ഗൈസ് ഇതുവരെ. ഇന്ന് എനിക്ക് ഓഫാണ്, പക്ഷെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഫസ്റ്റ് വീഡിയോയിലെ കുറച്ച് ഡെക്കറേഷനൊക്കെ ആവുമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ഒരാളാണ്, ഞാൻ ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ നിന്ന് അടുത്തതൊക്കെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അതും ഒരു റീസണാണ് എനിക്ക്
പ്രോപ്പറായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിട്ടും തുടങ്ങത്തിൻ്റെ കാരണം ഐ ഡോണ്ട് നോ ഹൗ ടു ടോക്ക്. ഐ സ്റ്റാർട്ട് ഫ്രം ദിസ് പോയിന്റ്, ഐ ലേൺ വിത്ത് സംതിങ് എൽസ്. അതൊരു പ്രശ്നമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ വേണം സംസാരിക്കാൻ. ദർ ഷുഡ് ബി കമ്മ്യൂണിക്കേഷൻ, ഒരു കോൺവെർസേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കാണ് എനിക്കത് ഓക്കെ ആ പോയിന്റിൽ തന്നെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയി അടുത്തടുത്ത് വേറെ വരും, അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ള ആളാണ് ഞാൻ. എനിക്ക് എങ്ങനെ എൻഗേജ് ചെയ്യണം എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. ആൻഡ് കുറേ മൂമെൻറ്റ്സ് കാണും, ഒന്നും മൈൻഡ് ചെയ്യരുത്, ബിക്കോസ് ഐ ആം ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഷാഹിദ് പറഞ്ഞിട്ട്, ഞാൻ അവനെ വിളിച്ചിട്ടാ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്ക് തുടങ്ങിയ പോലത്തുള്ളൂ, കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നത്, അത് ഇങ്ങനെ തള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി തള്ളി വെക്കാൻ പറ്റില്ല, ലൈക്ക് നീക്കി വെക്കാൻ പറ്റില്ല, സോറി ഗൈസ്, ഇനി നീക്കി വെക്കാൻ പറ്റത്തില്ല, എനിക്ക് ഉടനെ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പറഞ്ഞു, നീ കുറേ നാളായി പറയുന്നത്, അങ്ങോട്ട് തുടങ്ങി, എന്തിനീ തുടങ്ങാതിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തന്നെ തുടങ്ങൂല, നീ അതിന് എഫേർട്ട് ഇടണം, എന്നാലേ അത് നടക്കൂ എന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി അവൻ്റെ ഇടയ്ക്കും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, വായിരിക്കുന്ന കേൾക്കുമെന്നറിയാം. അതുകൊണ്ട് ഐ ലൈക്ക് ഓക്കെ, ഐ ഡു ഇറ്റ് സംഹൗ. കുറച്ച് പക്ഷെ ഞാൻ അവനോടും പറഞ്ഞിട്ടില്ലായിരുന്നു, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കാര്യം. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ടൈം ഐ ആം ഗോണ ഡു ഇറ്റ്. ആൻഡ് യെസ് ഗൈസ്, ഐ ഡിഡ് ഇറ്റ്. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി വിത്ത് ഫുൾ ഹാർട്ട്, ലൈക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്. അതിനുള്ളൊരു ധൈര്യം എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എവിടുന്നൊക്കെയോ ധൈര്യം കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എന്നെ ഇതിന് റെഡിയാക്കി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുകയാണ്. സോ I hope you guys will do subscribe my channel, and I'll try to bring more contents and more, like to engage with you guys. That's it. And most of the time ഈ വീഡിയോയിൽ ഞാൻ പുറത്ത് നോക്കിയായിരിക്കും സംസാരിച്ചിരിക്കുന്നത്. അത് ഇത്തവണത്തേക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇത്തവണത്തേക്ക് നിങ്ങളതൊന്ന് ക്ഷമിച്ച് തരണം. കാരണം എനിക്ക് അതേ വരുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതലും ആ സൈഡിലോട്ട് നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. അത് ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചാൽ പതുക്കെ നമുക്കത് ശരിയാക്കി എടുക്കാം. ഓക്കെ, കാരണം ഇനി ഒരു വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്യാനുള്ള ത്രാണി എനിക്കില്ല. ഇത് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തതിൻ്റെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ കൈയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഐ എം സ്വെറ്റിങ്. ആൻഡ് യെസ്, I do have a sweaty palms, which is like for me all the time. ഞാൻ പണ്ടെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും ഐ എം ലൈക്ക് ഓക്കെ, ഐ ഹേറ്റഡ് ഇറ്റ് പക്ഷേ അത് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫാനിന് വേണ്ടി അടിയുണ്ടാക്കിയ ചരിത്രം വരെ ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. സ്കൂളിലല്ല കേട്ടോ, ഞാൻ ട്യൂഷൻ പഠിച്ചെടുത്ത്, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇപ്പോഴും അതുണ്ട്. അതിനെന്തെങ്കിലും വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞെന്നുള്ളൂ, ഞാനതും സ്വീകരിക്കുന്നതായിരിക്കും. ആൻഡ് എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആണ്, ഞാൻ എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, ഇതൊന്നും എനിക്കറിയില്ല. ഇത് ഇപ്പോൾ 20 minutes 26 seconds ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ലെറ്റ് മീ എഡിറ്റ് ഇറ്റ്, ലെറ്റ് മീ സീ വാട്ട് ഈസ് ഇൻ ദിസ് വീഡിയോ, then I'll present it in front of you. So I hope you guys will enjoy it. I love you guys. I'm sorry, ഇത് ആ വീഡിയോയിൽ അടുത്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കാരണം I forgot to end it up clearly. Oh my god. So yes, do subscribe my channel, like, share and comment. Even if you don't like for now, comment and let me know how I am doing, or what are the improvements, or what are the contents I can bring to you guys. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും bye bye.